വിദ്യാർത്ഥികളെ LBS തേർഡ് അലോട്ട്മെൻറ്റ് 3/9/2024 മാറ്റി വെച്ചിട്ടുണ്ട്. വിദ്യാർത്ഥികൾ അറിഞ്ഞിരിക്കും. തുടർന്ന് വിദ്യാർത്ഥികൾ നിരവധി സംശയങ്ങൾ ചോദിക്കുന്നുണ്ട്. അഡ്മിഷൻ ഡേറ്റ് എന്നാണ്. നിലവിലെ അഡ്മിഷൻ ഡേറ്റ് 6/9/2024 കയ്യിൽ കരുതേണ്ട സർട്ടിഫിക്കറ്റ് ഈ പറയുന്നതാണ്. അതിൻ്റെ കാലാവധിയും മറ്റു കാര്യങ്ങളും ഒന്ന് ശ്രദ്ധിച്ച് വയ്ക്കാം. ഓക്കെ, നമ്മുടെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും വാക്സിനേഷൻ സർട്ടിഫിക്കറ്റിനെ കുറിച്ചും വീഡിയോയിൽ പറയുന്നുണ്ട്. ഒന്ന് ശ്രദ്ധിച്ചിരിക്കാം. ഓക്കെ, ആദ്യമായി കൈയെഴുതേണ്ടത് ആപ്ലിക്കേഷൻ ഫോമാണ്. അത് നമുക്ക് പോസ്റ്റ് ബട്ടൺ പറഞ്ഞ പോലെ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് മെമ്മയും പിന്നെ ഫീ പേയ്മെൻറ്റ് നടത്തിയ രേഖയും ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം വിദ്യാർത്ഥികൾ കൈയെഴുതേണ്ടത് ഡേറ്റ് ഓഫ് ബർത്ത് പ്രൂവ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റാണ്. അതായത് SSLC സർട്ടിഫിക്കറ്റാണ്. അതോടൊപ്പം +2 സർട്ടിഫിക്കറ്റും കയ്യിൽ കരുതുക. തുടർന്ന് വിദ്യാർത്ഥികൾ കൈയെഴുതേണ്ടത് ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ്, അതുപോലെ കോൺടാക്ട് സർട്ടിഫിക്കറ്റാണ്. ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് കാലാവധി ഇല്ല. നിങ്ങൾക്ക് ഏത് സ്ഥാപനത്തിലേക്ക് പോകുമ്പോഴും അത് ഉപകാരപ്രദമായിരിക്കും. എന്നാൽ കോൺടാക്ട് സർട്ടിഫിക്കറ്റ് 6 മാസം മാത്രമാണ് കാലാവധി ഉള്ളത്. അതിനാൽ വിദ്യാർത്ഥികൾ അതിന് കാലാവധി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുതുക്കേണ്ടതാണ്. അതിനായി ലൈബ്രറിയിലോ അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ച വിദ്യാലയത്തിലോ പോകാവുന്നതാണ്. അവിടെ നിന്ന് പുതുക്കി ലഭിക്കും. അടുത്തത് നേറ്റിവിറ്റി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റാണ്. അത് ഡേറ്റ് ഓഫ് ബർത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അതിന് ധാരാളമായിരിക്കും. അതില്ല എങ്കിൽ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കേണ്ടതാണ്. ഓക്കെ, തുടർന്ന് വിദ്യാർത്ഥികൾ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കണം. അതിനായി പോസ്റ്റ് ബട്ടൺസ് നൽകിയിരിക്കുന്ന 71-ാം പേജ് ഡൗൺലോഡ് ചെയ്ത് അത് ഫിൽ ചെയ്ത് MBBS യോഗ്യത നേടിയ ഒരു ഡോക്ടറിനെ സമീപിക്കുക. അവിടേക്ക് പോകുമ്പോൾ അലോട്ട്മെൻറ്റ് മെമ്മയോ ആപ്ലിക്കേഷൻ ഫോമോ കയ്യിൽ കരുതുക. അതോടൊപ്പം SSLC സർട്ടിഫിക്കറ്റും +2 സർട്ടിഫിക്കറ്റും കയ്യിൽ കരുതുന്നത് ഉചിതമായിരിക്കും. ഓക്കെ, തുടർന്ന് വിദ്യാർത്ഥികൾ വാക്സിനേഷൻ എടുത്തതിൻ്റെ ഒരു റെസിപ്റ്റ് കയ്യിൽ കരുതേണ്ടതാണ്. അതിനുശേഷം ആൻറ്റി റാങ്കിങ് അണ്ടർ ട്രാക്കിംഗ് എന്ന സർട്ടിഫിക്കറ്റ് ഫിൽ ചെയ്യേണ്ടതാണ്. അത് നമ്മുടെ പോസ്റ്റ് ബട്ടൺസിൽ 73-ാമത്തെ പേജിലുണ്ട്. അത് ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് ഔട്ട് എടുക്കുക. ഇതിൻ്റെ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഫിൽ ചെയ്യേണ്ടതാണ്. തുടർന്ന് വിദ്യാർത്ഥികൾ റിസർവേഷൻ ബേസ്ഡാണ് അഡ്മിഷൻ ലഭിച്ചിരുന്നെങ്കിൽ EWS സർട്ടിഫിക്കറ്റ് കൈ കരുതുക. ആ കാറ്റഗറിയിൽ വരുന്ന വിദ്യാർത്ഥികൾ. പിന്നെ OBC OEC വിഭാഗത്തിൽ വരുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് കയ്യിൽ കരുതേണ്ടതാണ്. പിന്നെ അതുപോലെ SC/ST റിസർവേഷൻ ബേസ്ഡ് ആണെങ്കിൽ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് കയ്യിൽ കരുതേണ്ടതാണ്. പിന്നെ ഫീസ് വരുന്നത് ഗവൺമെൻറ് കോളേജിൽ 20 മുതൽ 23,000 വരെ ടോക്കൺ ഫീ വരുന്നുണ്ട്. അതിന് പുറമെ കോളേജിൻ്റെ PTA ഫണ്ട് കൂടി വരുന്നതായിരിക്കും. പിന്നെ സെൽഫ് ഫിനാൻസ് കോളേജിലാണെങ്കിൽ 96,325 മുതൽ ഫീ വരുന്നുണ്ട്. അതിൽ 25,000 രൂപ ടോക്കൺ ഫീ ആയി നിങ്ങൾ അടച്ചിരിക്കും അലോട്ട്മെൻറ്റ് ലഭിച്ചിരുന്നുവെങ്കിൽ. ഓക്കെ, ബാക്കി ഫീ അഡ്മിഷൻ ടൈമിൽ നൽകേണ്ടതാണ്. തുടർന്നുള്ള അപ്ഡേറ്റുകൾ ഈ ചാനൽ വഴി നൽകുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. നമ്മുടെ ഒരു കാര്യം കൂടി ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു. തേർഡ് അലോട്ട്മെൻറ്റ് 3/9/2024